ഹലോ ഗായ്സ്, ഈ ഒരു വീഡിയോ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓണാഘോഷമാണ്. ഇത് സെപ്റ്റംബർ 13 നടന്നതാണ്. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടിയില്ല. സോ ഇപ്പോഴാണ് എനിക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ടൈം കിട്ടിയത് സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മിക്ക ആളുകളും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സെൽഫി, അത് മുഖ്യമാണല്ലോ. അങ്ങനെ സ്വാഗതം തൊട്ട് ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളെല്ലാം സ്റ്റാർട്ടായി. ഈ ഒഫീഷ്യലായിട്ട് പരിപാടികൾ തീരാൻ വേണ്ടി നമ്മളിനി കാത്തിരിക്കുകയാണ് നമ്മുടെ ശരിക്കുള്ള തിമിർപ്പൻ ചിമട്ടൻ പരിപാടി തുടങ്ങാൻ. ഇവിടെ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് നറുക്കെടുക്കുന്നതാണ്. അപ്പോൾ ഓണാഘോഷം ഒരിക്കലും താമസിച്ചു പോയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും കൂടി അവിടെ വീണ്ടും പ്രസംഗമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ കാത്തിരുന്ന ഒഫീഷ്യൽ പ്രോഗ്രാംസ് എല്ലാം തീർന്നു. ഇനി ഇവിടെ എല്ലാം സ്പേസ് ആക്കിയിട്ട് അമ്മമാരുടെ തിരുവാതിരകളിയാണ്. അങ്ങനെ അമ്മമാരുടെ തിരുവാതിരയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പിള്ളേരുടെ പിന്നീടുള്ളൊരു 15 മിനിറ്റ് അവസരം മുതലാക്കി ഞങ്ങളങ്ങ് തകർത്താടി. അതിനിടയ്ക്കൊന്ന് തെറ്റിച്ചു, അതൊക്കെ കൈ നിട്ടങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ മുകളിൽ കലാപരിപാടികളെല്ലാം തകൃതിയായിട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ താഴെ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ പേരെല്ലാം താഴേക്ക് ഇറങ്ങി വന്നു. കുറച്ച് പേരൊക്കെ മുകളിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ എല്ലാവരും വിശേഷം എല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇപ്പം ചോറിനാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അങ്ങനെ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. 2 കൂട്ടം പായസമൊക്കെ കൂട്ടി നല്ല അടിപൊളിയൊരു സദ്യ. അങ്ങനെ ഉപ്പേരി ശർക്കര വരട്ടിയും തുടങ്ങി. കറികളുടെ ഒരു നീണ്ട നേരം ആ ഇലയിൽ അങ്ങ് നിരന്നു. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറി ഏതാണെന്ന് വെച്ചാൽ ഞാൻ മധുരക്കറി എന്ന് പറയും. തേങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, ഇഞ്ചിക്കറി, ഓലൻ, കാലൻ, അവിയൽ, തോരൻ, പപ്പടം, അങ്ങനെ കുറേ കൂട്ടം. അങ്ങനെ അവസാനം ചോറ് സാമ്പാറും വന്നു. ഇനി പായസത്തിനായുള്ളൊരു നീണ്ട കാത്തിരിപ്പ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. അവിടെ കുറച്ച് നേരം ചുമ്മാ വർത്താനം പറഞ്ഞിരുന്ന സദ്യ കൊണ്ട് തന്നെ ക്ഷീണമെല്ലാം തീർന്ന് ഈ ഡ്രസ്സിന് മാറാൻ പോവാണ്. ഈ ഡ്രസ്സിൽ തന്നെ നമുക്കിനി ഫുൾ ടൈം എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളിനി തിരിച്ചു വരും. അങ്ങനെ നമ്മൾ വീണ്ടും റെഡിയായി, ഡ്രസ്സൊക്കെ മാറി. ഇനി നമ്മളെല്ലാവരും കൂടി ഞങ്ങളവിടെ തിരിച്ചു ചെന്നപ്പോഴത്തേനും ഓണക്കളികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. സുന്ദരിക്ക് പൊട്ടുകത്തിലോട്ട് ഇനി നമ്മുടെ സുന്ദരന് മീശ വരയ്ക്കലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാണ്. ഞാനും പോയി സുന്ദരന് മീശ വരയ്ക്കാൻ കറക്കി വിടുമ്പോൾ തന്നെ നമ്മുടെ വെളിവെല്ലാം പോകും. പിന്നെ നേരെ പോയിട്ട് എവിടെയെങ്കിലും അത് കഴിഞ്ഞ് കുട്ടികളുടെ കസേരകളിയും അമ്മമാരുടെയും പിന്നെ ഞങ്ങളുടെയൊക്കെ കസേരകളി നടന്നു. പിന്നീട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ബോൾ പാസിംഗ് ഉണ്ടായിരുന്നു.
പിന്നെ എല്ലാവർക്കും സമ്മാനം കൊടുത്തു. മത്സരിച്ച കുട്ടികൾക്കും ജയിച്ചവർക്കും പിന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കും എല്ലാവർക്കും. അത് കഴിഞ്ഞതാ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരുന്ന ഒരു നിമിഷമാണ് നറുക്കെടുപ്പിൻ്റെ സമയം. ഇവിടെ ഈ ഒരു അസോസിയേഷനിലുള്ള എല്ലാവരും കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതിലൊരു സമ്മാനം ഞങ്ങളുടെ വീട്ടിലേക്ക് അടിച്ചു, ഒരു കെറ്റിലായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഒരു പരിപാടി, വടംവലി. അങ്ങനെ ആവേശകരമായ വടംവലിയും കഴിഞ്ഞ് എല്ലാ പ്രോഗ്രാമും ക്ലോസ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകും. എല്ലാവരും ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് തിമിർത്ത് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇത് ഞാൻ കെറ്റിൽ വന്ന പാടെ തന്നെ അഴിച്ചു നോക്കി. എന്താണെന്ന് അറിയില്ല, ഒരു സമ്മാനം നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേനും അത് എന്താണെന്ന് അറിയുമെങ്കിലും ഒന്ന് തുറന്നു നോക്കാനുള്ളൊരു ആവേശം നമുക്കുണ്ടാവില്ലേ. പിന്നെ ഞങ്ങൾക്ക് വേറെ സമ്മാനങ്ങളും കിട്ടിയായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവർക്കും ഇനിയിപ്പം ഹാപ്പി ഓണം പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.